ഹലോ, അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഹ്യൂമൻ സ്കെലട്ടൺ അഥവാ മനുഷ്യൻ്റെ അസ്ഥികൂടത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം ബോൺസ് ഓഫ് ആൾ കൈൻഡ്സ്, അസ്ഥികളിൽ എന്തുണ്ട്, പല വിധത്തിലുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? സ്കള്ള്, റിബ്സ്, സ്പൈന് ആൻഡ് അതർ ബോൺസ് വാരി ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. അതായത് തലയോടുണ്ട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റ് എല്ലുകൾ എന്നിവ ചേർന്നിട്ടാണ് നമ്മുടെ മനുഷ്യൻ്റെ ഹ്യൂമൻ സ്കെലട്ടൺ സിസ്റ്റം എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സ്കെള്ളിനും അതേപോലെ വെർട്ടബ്രൽ കോളം, പെൽവിക് ഗേർഡിലും തൊറാക്കിക് ചേഞ്ചും അതേപോലെ ഷോൾഡർ ബോൺസൊക്കെ എന്തിനാണ് നമുക്കുള്ളത്? നമുക്കറിയാം മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ആണുള്ളത് അല്ലേ. ദീസ് ബോൺസ് ആർ ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് മൂവ്മെൻറ്റ്സ്. ഈ പിക്ചറിൽ കണ്ടാൽ അറിയാലോ ഒരുപാട് അസ്ഥികൾ. എത്ര അസ്ഥികളുണ്ട് നമുക്ക്? 206 അല്ലെങ്കിൽ 206 അസ്ഥികൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ഏതൊക്കെയാണത്? അതിൽ സ്കള്ള് അഥവാ തലയോട് 22 എണ്ണവും, അതേപോലെ വെർട്ടബ്രൽ കോളം അഥവാ നട്ടെല്ല് 33 എണ്ണവും, ഷോൾഡർ ഗേർഡിൽ ആൻഡ് അപ്പർ ലിംസ് അത് ടോട്ടൽ 64, അതേപോലെ പെൽവിക് ഗേർഡിലും ലോവർ ലിംസും 62, തൊറാക്കിക് ക്യാവിറ്റി അഥവാ റിബ്സ് അടങ്ങിയിട്ടുള്ള വാരിയെല്ലുകൾ അടങ്ങിയിട്ടുള്ള ഭാഗത്ത് 25 എല്ലുകളുമാണ് അസ്ഥികളുമാണ് നമുക്ക് ഉള്ളത്. ടോട്ടൽ 206 അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ചില അസ്ഥികളുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇവിടെ നിൽക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എ സ്കൾ. എന്താണ് സ്കൾ? ദ സ്കൾ പ്രൊട്ടക്റ്റ് ദ ബ്രെയിൻ അല്ലേ, അഥവാ തലച്ചോറിനെ സംരക്ഷിക്കുന്നുണ്ട്. സ്കൾ സ്റ്റാൻഡ് ഫോർ ദ പ്രൊട്ടക്ഷനിങ് ഓഫ് ബ്രെയിൻ അല്ലേ. നെക്സ്റ്റ് പറയുന്നത് കീത്താടിയലിനെ പറ്റിയിട്ടാണ്. ഈ കീത്താടിയല് എന്തിനാണ്? കീത്താടിയല് ഏറ്റവും ഹാർഡസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സ്ട്രെങ്തനായിട്ടുള്ള ഒരു ബോണാണ് നമ്മുടെ ശരീരത്തിൽ. ഇതെന്തിനാന്ന് വെച്ചാൽ താടിയെല്ലാണ് നമ്മുടെ ചവച്ചരക്കാനൊക്കെ പല്ല് ഉള്ള ഭാഗമാണ് താടിയെല്ല് അല്ലേ. ദ ടീത്ത്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ജോ ബോൺ അല്ലേ. അതേപോലെ നെക്സ്റ്റ് വൺ വെർട്ടബ്രൽ കോളം അഥവാ നട്ടെല്ല്. നട്ടെല്ലാണ് നമ്മുടെ ശരീരത്തിന് ഒരു നേരെ നിൽക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പോസ്ചർ നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്? നട്ടെല്ലാണ്. വെർട്ടബ്രൽ കോളം കീപ് ദ ബോഡി ഇറക്റ്റ്. നട്ടെല്ല് ശരീരത്തെ നേരെ നിർത്താൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു അസ്ഥികളിൽപ്പെട്ടതാണ് ഫീമർ ബോൺ അഥവാ തുടയെല്ല്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ അസ്ഥിയാണ്. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് ബോൺ ഇൻ ദ ബോഡി. ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ ബോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റേപ്പസ് ഇൻ ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ബോഡി അഥവാ സ്റ്റേപ്പസ് എന്ന് പറയുന്നത് സ്റ്റേപ്പസ് പ്രസൻറ്റ് ഇൻ ദ ഇയറിൽ അഥവാ ചെവിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അസ്ഥിയാണ് എന്ത്? സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേപ്പിസ് ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ എല്ലുകളെയൊക്കെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ജോയിൻസ് അല്ലെങ്കിൽ സന്ധികൾ ഉണ്ട്. ദിസ് കണ്ടെയ്നിങ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ് ആൻഡ് പൈവറ്റ് ജോയിൻറ്റ് അഥവാ കീലസന്ധികളും അതേപോലെ തന്നെ വിജാഗിരി സന്ധിയും ഗോളര സന്ധിയും ഈ ജോയിൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്സ്. എന്താണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് ഹെൽപ്പ് ടു ഫ്രീലി മൂവബിൾ, അതായത് കൂടുതൽ ചലന സ്വാതന്ത്ര്യത്തോടെ ചലിപ്പിക്കാൻ സഹായിക്കുന്നതാണ് എന്ത്? ഗോളര സന്ധി എന്ന് പറയുന്നത്. ദ ബോൾ ഓഫ് വൺ ബോൺ റൊട്ടാറ്റ് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ അതർ ബോൺ. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ് ഇവർ കേട്ടോ. ഒരു അസ്ഥിയുടെ അറ്റത്ത് ഒരു ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അതായത് ഈ ഒരു പിക്ചർ കണ്ടാൽ അറിയാലേ, ഒരു ബോൾ ഉണ്ടല്ലേ, ബോൾ മറ്റൊരു അസ്ഥിയെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കുഴി ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ ഒരു ഹോൾ ഉണ്ട്. ഈ ഹോളിലൂടെ തിരിഞ്ഞുകൊണ്ടാണ് പരസ്പരം കണക്ട് ചെയ്യുന്നത് അല്ലേ. ഗോളര സന്ധിയിൽ അങ്ങനെയാണ്. ഒരു ബോളും ഉണ്ടാവും, അതേപോലെ ഒരു സോക്കറ്റും ഉണ്ടാവും, അഥവാ ഒരു പന്തും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു കുഴിയും ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് വൺ വിജാഗിരി സന്ധി. ഇത് എക്സാമ്പിൾ നമ്മുടെ വാതിലിൻ്റെ ഡോറിൻ്റെ ഒക്കെ വിജാഗിരി ഇല്ലാതെ അതുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഇതുള്ളത് കൈമുട്ടിലും കാൽമുട്ടിലുമാണ് അല്ലേ, അഥവാ എൽബോ ബോണിലും അതേപോലെ ക്നീയിലുമാണ് നമ്മുടെ ഹിഞ്ച് ജോയിൻറ്റ് കാണപ്പെടുന്നത്. ലൈക്ക് എ ഹിഞ്ച് ക്യാൻ ബി മൂവ്ഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അതായത് വിജാഗിരി പോലെ തന്നെയാണ് ഇതും. ഒരു ഭാഗത്തോട്ട് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഇതാണ് വിജാഗിരി. നമുക്ക് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ കൈമുട്ടും കാൽമുട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ക്യാൻ ബി മൂവ്ഡ് ഓൺലി ഇൻ വൺ ഡയറക്ഷനിൽ. ഒരു ഡയറക്ഷനിൽ മാത്രമല്ല മൂവ് ചെയ്യാൻ കഴിയുള്ളൂ, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തോട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. അത്
പ്രയാസമായിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് പൈവറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത് അഥവാ കീലസന്ധി. കീലസന്ധി നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തേയുള്ള ജോയിൻസ് ആണ് എന്ത് കീലസന്ധി അഥവാ പൈവറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. എ ബോൺ ടേൺസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അറ്റ് ആൻ ആക്സിസ് ഇൻ ദ സെയിം പ്ലെയിൻ. അതായത് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയും. നമ്മുടെ ഒരു കഴുത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നോട്ട് ചലിക്കാനുള്ള ഒരു ക്യാപ്പബിൾ അല്ലെങ്കിൽ കഴിവില്ല അല്ലേ. നമുക്കൊരു 180 ഡിഗ്രി അല്ലെങ്കിൽ 150 ഡിഗ്രിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഡയറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിന് സഹായിക്കുന്നതാണ് എന്ത് പൈവറ്റ് ജോയിൻ്റ് അഥവാ കീലസന്ധി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് കാർട്ടിലേജിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ എവിടേക്കാണ് കാർട്ടിലേജ് കാണപ്പെടുന്നത്? ദ കാർട്ടിലേജ് പ്രസൻറ്റ് ഇൻ ദ ഇയർ ടിപ്പ് ആൻഡ് നോസ് ടിപ്സ് അല്ലേ. അതായത് മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ ടിപ്പ് അറ്റങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ തരുണാസ്ഥി അഥവാ കാർട്ടിലേജ് കാണപ്പെടുന്നത്. ദ സോഫ്റ്റ് ബോൺസ് ഫൗണ്ട് ഇൻ ദ നോസ് ആൻഡ് ഇയേഴ്സ് ആർ കോൾഡ് കാർട്ടിലേജ്. നമ്മുടെ ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളതാണോ ഇയർ, നോസ്, ഈ ഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത്? കാർട്ടിലേജ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ എല്ലുകൾ അല്ലെങ്കിൽ ബോൺസ് ഒക്കെ ഉണ്ടായത് കൊണ്ടല്ല നമ്മുടെ ശരീരത്തിന് ഒരു പോസ്റ്റർ ഉള്ളത്. എന്തിനാണ് ഈ പോസ്റ്റർ? അതായത് മെയിൻറ്റെയിനിങ് ദ പ്രോപ്പർ പോസ്റ്റർ ഈസ് എസെൻഷ്യൽ ഫോർ അവോയ്ഡിങ് സ്ട്രെയിൻ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? സ്ട്രെയിന്, ഡിസ്കംഫർട്ട് ആൻഡ് ലെഗ് ടേം ഹെൽത്ത് ഇഷ്യൂസ്. അതായത് സമ്മർദ്ദം, അസ്വസ്ഥത, ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക തരം പോസ്റ്ററിലൂടെ മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ നിലനിർത്തുന്ന ശീലമാക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഒരു പ്രോപ്പറായിട്ടുള്ള പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ. ഈ പിക്ചറിൽ ഫസ്റ്റ് റോയിൽ കാണുന്ന പിക്ചറിൽ കൂടെ ഒന്നും നമ്മൾ ആ ഒരു പോസ്റ്ററിൽ അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ പോലെ നമ്മൾ വെർട്ടബ്രൽ അഥവാ നട്ടലിനെയൊക്കെ വളക്കാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റായിട്ട് നേരെ ഇരിക്കണം. നെക്സ്റ്റ് പറയാൻ പോകുന്ന അസ്ഥിഭംഗം അഥവാ ബോൺ ഫ്രാക്ചറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എന്താണ് ബോൺ ഫ്രാക്ചർ? നമുക്ക് ഈ ചിത്രത്തിൽ കണ്ടാൽ തന്നെ അറിയാമല്ലേ, ബോണിന് ഫ്രാക്ചർ സംഭവിക്കുക അഥവാ ബോൺ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ബോൺ ഫ്രാക്ചർ എന്ന് പറയുന്നത്. എ സ്ട്രോങ് ഇമ്പാക്റ്റ് ക്യാൻ കോസ് ബോൺ ടു ബ്രേക്ക് ഓർ ക്രാക്ക്. എ ഫ്രാക്ചർ ഈസ് വെൻ ബോൺ ബ്രേക്സ്. അഥവാ ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുണ്ടാവുന്നതിനോ കാരണമാകും. ഈ പിക്ചറിൽ കണ്ടാൽ തന്നെ അറിയാമല്ലേ, അസ്ഥികളിൽ എന്തുണ്ടാകുന്നുണ്ട്? വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ട്. സംടൈംസ് ദ ബോൺസ് ആർ ഔട്ട് ഓഫ് പ്ലേസ്. ദിസ് ഈസ് കോൾഡ് ഡിസ്ലൊക്കേഷൻ. ചില സമയങ്ങളിൽ ഇതിൻ്റെ സ്ഥലങ്ങൾ തന്നെ തെറ്റിപ്പോകും അല്ലെങ്കിൽ അസ്ഥികൾ സ്ഥാനം തെറ്റാറുണ്ട്. ഇതിനെയാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലിൻ്റെ കാഠിന്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ളതാണ് ഫോസ്ഫേറ്റ്, കാൽഷ്യം, മാഗ്നീഷ്യം എന്നീ എലമെൻറ്റ്സ് ഒക്കെ ഉള്ളത്. ഫോർ സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് എന്തുള്ളത്? നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ ഉള്ളത്. ഹൗ ടു ഐഡൻറ്റിഫൈ ദ ഫ്രാക്ചർ ഓഫ് ബോൺ പെയിൻ അറ്റ് ദ സൈറ്റ് ഓഫ് ഇഞ്ചുറി. അതായത് നമ്മുടെ കൈകൾക്കും കാലുകൾക്കും അസ്ഥികളിൽ ഒടിഞ്ഞിട്ടുണ്ടോ എന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നതെന്നാണ് നോക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട്. പെയിൻ അറ്റ് ദ സൈറ്റ് ഓഫ് ഇഞ്ചുറി, അതായത് ആ സ്ഥലങ്ങളിൽ നല്ല വേദന ഉണ്ടാവും. അതേപോലെ ദ ഫ്രാക്ചർ ഓഫ് ബിൻ ഡിഫിക്കൽട്ടി മൂവിങ് ദ ഇഞ്ചേർഡ് ഏരിയ, സ്വെല്ലിംഗ് ആൻഡ് ബേഴ്സിങ്, സ്ലൈറ്റ് കർവേച്ചർ ഡിഫറൻസ് ഫ്രം സിമിലർ ബോൺ. അതായത് ആ ഭാഗങ്ങൾ നീക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. വീക്കവും ചതവും, നേരിയ വക്രത, സമാനമായ അസ്ഥിയിൽ നിന്നുള്ള വ്യത്യാസം എന്നിവയൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സ്പ്ലിൻറ്റിനെ പറ്റിയിട്ടാണ്. എന്താണ് സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ കൈയോ കാലോ ഒടിഞ്ഞാൽ നമ്മൾ അതിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരം കൊണ്ട് ഉപയോഗിച്ച അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ ലോഹം കൊണ്ടോ ഉപയോഗിക്കുന്ന ഉറപ്പുള്ള താങ്ങുപലകയാണ് സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത്. എ സ്പ്ലിൻറ്റ് ഈസ് എ സ്റ്റേഡി സപ്പോർട്ട് മെയ്ഡ് ഓഫ് വുഡ്, പ്ലാസ്റ്റിക് ഓർ മെറ്റൽ. ഓക്കെ.